നിങ്ങളെ യഥാസമയത്ത് അറിയിക്കും. UDFന്റെ എല്ലാ ഘടകകക്ഷികളും തമ്മിലുള്ള സീറ്റ് വിഭജനം പൂർത്തിയാവുകയാണ്. കോൺഗ്രസിന്റെ സീറ്റ് നിർണയം പൂർത്തിയായാണ്. അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു നല്ല സമയം നോക്കിയിട്ട് നിങ്ങളോട് പറയാം. അല്ല, അത് പറയാം, നിങ്ങളോട് പറയാൻ നല്ല സമയം നിങ്ങളെല്ലാം അറിയിക്കുള്ളൂ, അല്ല വേറെ ആരോടും പറയില്ല. നിങ്ങളോട് ആദ്യം പറയുള്ളൂ. അത് നോക്കിയിട്ട് അത് സാധാരണ പ്രൊസീജിയർ ഞങ്ങളെക്കാളാണ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ? കേരളത്തിലെ CPM ബംഗാളിലെ CPMന്റെ ഗതി വരും. ഈ പോക്ക് പോയാൽ ബംഗാളിലെ CPMന് ആ ഗതി വരാൻ 33 വർഷം എടുത്തു. കേരളത്തിലെ CPMന് അത് 10 വർഷം എടുത്തുള്ളൂ. CPM ഒരു ശിഥിലീകരണത്തിന്റെ പാതയിലാണ്. നോക്ക്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ സാർ ആകെ സന്തോഷം കൊണ്ട് അങ്ങോട്ട് തുള്ളിച്ചാടാണ്. ആ മുഖത്ത് നോക്കി എന്തൊരു പ്രസാദമാണെന്ന് നോക്കിയേ. എന്തോ ഒരു വിസ്മയം കൂടെ പുള്ളി ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കയ്യിലിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ കണിയാനൊന്ന് കാണണം, നല്ല സമയമൊന്ന് കുറിച്ചെടുക്കണം. അത് മാധ്യമപ്രവർത്തകരോടും ഈ കേരളത്തോടും ഒന്നിച്ച് വിളിച്ചു പറയണം, ഇതാ ഞങ്ങളുടെ സേന അംഗത്തിന് തയ്യാറായി വന്നിരിക്കുന്നു. എന്തിനാണ് ഇത്രയും ലേറ്റാക്കിയത്? ആദ്യം ഞങ്ങൾ പറഞ്ഞത് 24 മണിക്കൂറുണ്ട്, ഇലക്ഷൻ ഡേറ്റ് ഉണ്ട് പ്രഖ്യാപിച്ച 24 മണിക്കൂറുകൊണ്ട് UDFന്റെ സേന റെഡിയായിരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറകിലൊരു കളിയുണ്ടായിരുന്നു, ഒരു അതിസൂത്രമുണ്ടായിരുന്നു എന്നുള്ളത് ഈ പാവം ഗോവിന്ദൻ മാഷ്ക്ക് മനസ്സിലായില്ല. ഗോവിന്ദൻ മാഷ് എന്ത് വിചാരിച്ചു? അവരെ കടത്തി വെട്ടിക്കൊണ്ട് ഞങ്ങൾ റോഡ് ഷോയെല്ലാം 1 മണിക്കൂറിനുള്ളിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് സകലരും മണിനിരന്നു. അപ്പോഴാണ് അതിസൂത്രക്കാരനായ സതീശൻ്റെ ബുദ്ധിയിൽ ഉദിച്ചത്. എന്നാൽ അവരാരെല്ലാമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ചെക്ക് വെക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ അതാത് മണ്ഡലത്തിൽ വെക്കാലോ. അതോടുകൂടെ ഇടതുപക്ഷത്തിൻ്റെ വയറ്റുകൂടെ തീയാളുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. ഓരോ സ്ഥാനാർത്ഥിയെയും നിലം പരിശാക്കാൻ പറ്റിയ ആയുധങ്ങളുമായിട്ടാണ് നമ്മുടെ സതീശൻ്റെ പട വരുന്നത് അത്രേ. അതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ എതിർപക്ഷത്തുള്ള ഈ ഗോവിന്ദൻ മാഷോടൊപ്പം നിന്ന് എല്ലാ അഭ്യാസവും പയറ്റിയ ഒരു 10ൽ കുറയാത്ത സേന എന്തായാലും സതീശൻ്റെ സേനാപക്ഷത്തേക്ക് വിസ്മയ ലോകത്തേക്ക് വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം വിസ്മയങ്ങൾ നമ്മുടെ സതീശൻ സാർ ഈ പ്രതിപക്ഷ നേതാവ് കാണിച്ചു കൂട്ടും എന്നുള്ളത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഗോവിന്ദൻ മാഷക്ക് ഒരു രൂപം കിട്ടുന്നില്ല. ഇന്നലെ കണ്ണൂരുന്നതാ മാഷയുടെ പേരുള്ള മറ്റൊരു മാഷ് കളം മാറിയിരിക്കുന്നു. ഉത്തമ കമ്മ്യൂണിസ്റ്റായിട്ട് ആൾ മാറിക്കഴിഞ്ഞു. സതീശൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതാ UDFലേക്ക് ചെന്നാൽ പിന്നെ ഉത്തമ കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ ഇപ്പോൾ ഒരു 10ഓളം പേരുണ്ട്. അതിലൊന്ന് നമുക്കറിയാലോ, പാലക്കാട്ടെ മറ്റൊരു ഈ മെഷീൻ്റെ അളവൊക്കെ വെച്ച് നോക്കുന്ന എന്തോ തീവ്രതയോ എന്തൊക്കെ അളക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് വരുന്നത് എന്ന് ആരോ പറയുന്നത് കേൾക്കുന്നു. അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടം അത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കും സീറ്റ് തരണം എന്ന് അദ്ദേഹവും പറയാൻ ചാൻസ് ഉണ്ട് അത്രേ. അതിനി എങ്ങനെ ഡീൽ ചെയ്യുന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത്തരം തമാശകളുടെ ഒരു പൊടിപൂരമാണ് ഇനി അടുത്തൊരു ആഴ്ചയ്ക്കകം ഇവിടെ കേരളത്തിൽ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പടനായകൻ ഇന്നിപ്പോൾ ഒരു വലിയ അരങ്ങേറ്റം നടത്തിയിരിക്കുന്നു. ആ കാഴ്ച കൂടെ നമുക്കിവിടെ കാണാം. ആ കാഴ്ച കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇത്തരം തമാശകൾ എന്തായാലും തുടർന്നുകൊണ്ടേയിരിക്കും. ആ കാഴ്ചകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. വിമാനത്താവളം മുതൽ പിണറായി വരെ റോഡ് ഷോ തുടങ്ങി. ഒരു വിസ്മയ രാജകുമാരനും തന്നെ തകർക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കണ്ണൂർ വിമാനത്താവളം തൊട്ട് പിണറായി വരെ നടത്തുന്ന പടയോട്ടമാണ് ഈ കാണുന്നത്. യുദ്ധകാകളത്തിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പടനായകന് മുമ്പിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവും സംഘവും പേടിച്ചോടുമോ എന്ന് നമുക്ക് ഒരു 10-20 ദിവസം ഏപ്രിൽ 9 കഴിഞ്ഞാൽ 6 മണി 7 മണിയോടുകൂടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകും. പിണറായി വിജയൻ എന്ന ധീര നേതാവ് 3ാമതും ഇടതുപക്ഷത്തിന് തുടർഭരണം സമ്മാനിച്ചുകൊണ്ട് പിണറായി ചരിത്രമെഴുതുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.